Good morning, students. And today we are going to continue the activities in Unit 3. Okay, we have already finished 5 activities, and today we are going to see the 6th activity. Okay, let's get started then. So, activity 6, read and analyze the following sentences from the passage, the television. So, the radio was in fact developed from the telegraph, which was invented by Cook and Wheatstone in 1835. Okay, so here we can split the sentence into two. So, the first sentence is the radio was in fact developed from the telegraph, and then second one, it was invented by Cook and Wheatstone in 1835. Okay, so what is the difference in this? In the first sentence, they are using the word which, and when we split the sentence, we are replacing the word which into it. Okay, so this is the word which helps to connect two sentences into one, to combine two sentences and make it as a one sentence. Okay, by using the word which. So that is called relative pronoun. Okay. So relative in the sense we നമ്മളുടെ കുടുംബക്കാർ അങ്ങനെയല്ല നമ്മൾ റിലേറ്റീവ് എന്ന് പറയാം. സോ അതേപോലെ ഹിയർ റിലേറ്റീവ് പ്രോണൗൺ ഇൻ ദ സെൻസ് ഇതേപോലെ വിച്ച് ഇസ് കണക്റ്റഡ് വിത്ത് സം വൺ. നമ്മളോട് കണക്ഷൻ ഉള്ള ഒരു സെൻറ്റൻസ് ആണ്. കാരണം നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഈ റിലേറ്റീവ് pronoun. Generally the word the radio, so it's a non-living thing, that is why we are using the word it in the second sentence. Okay, it was invented by പറയുമ്പോൾ ഇട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, റേഡിയോ തന്നെയാണ് അല്ലേ. ഇപ്പം സെയിം തിങ് ഇഫ് ഹിയർ ദറ്റ് ഇസ് വാസ് എ നെയിം ഓഫ് എ പേഴ്സൺ, ലൈക്ക് ഇഫ് ഇറ്റ് ഇസ് എ ബോയ് നെയിം വി വിൽ യൂസ് ദ വേർഡ് ഹി, ഇഫ് ഇറ്റ് ഇസ് എ ഗേൾ നെയിം വി വിൽ യൂസ് ദ വേർഡ് ഷീ, അതർവൈസ് ഇഫ് ഇറ്റ് ഇസ് പ്ലൂറൽ ദേയോ വിയോ അങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ. ദറ്റ് ആൻഡ് ആൾ യു ആൾറെഡി നോ. സോ ഇഫ് ഇറ്റ് ഈസ് എ തിങ്, ഓക്കെ, ഇവിടെ റേഡിയോ എന്നുള്ളത് ഒരു തിങ് ആണ്. സോ വി ക്യാൻ യൂസ് ദ വേർഡ് വിച്ച് ടു കണക്ട് ദ സെൻറ്റൻസ്. അതല്ലാതെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആണെങ്കിൽ ദ ടൈം വി വിൽ യൂസ് ദ വേർഡ് ഹൂ. നമ്മൾ ഹൂന്നാണല്ലോ ചോദിക്കുക. മനുഷ്യന്മാർക്ക് നമ്മൾ വിച്ച് ഇസ് യുവർ നെയിം അങ്ങനെയല്ല ചോദിക്കുക, അല്ല ഹൂ ആർ യു എന്നല്ല ചോദിക്കുകയുള്ളൂ. വിച്ച് ആർ യു നമ്മൾ ചോദിക്കില്ലല്ലോ, അതുപോലെ തന്നെ. ഓക്കെ, സോ നമ്മൾ ഹൂ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. സോ സി വാട്ട് ഹാപ്പൻസ് വെൻ ദീസ് ടു സെൻറ്റൻസസ് ആർ കമ്പൈൻഡ്. ഈ രണ്ട് സെൻറ്റൻസും കമ്പൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരിക? സോ മൈ ഫൈൻഡിങ്സ്, വാട്ട് ക്യാൻ ബി റൈറ്റ് ഇൻ മൈ ഫൈൻഡിങ്സ്? ദ റിലേറ്റീവ് പ്രോനൗൺ വിച്ച് replaces the pronoun in the class introduced by it അല്ലേ. റിലേറ്റീവ് പ്രോണൗൺ എന്ത് ചെയ്തു? റിലേറ്റീവ് പ്രോണൗൺ വിച്ച് ഇറ്റ് എന്നുള്ള വേർഡ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. പിന്നെ ഇങ്ങനെ രണ്ട് സെൻറ്റൻസ് ആയിട്ടുള്ളത് ഒരു സെൻറ്റൻസ് ആയിട്ട് കമ്പൈൻ ചെയ്തു. അതാണ് നമ്മൾ എഴുതാനുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് ബി, examine the following sentences. It was a Scotsman named J.L. Bayard who invented the television. And here you can see J.L. Bayard is the name of a person, so here we are using the word who to connect the sentence. And then second one, most of the pigeons that were used for carrying messages heard a sense of right direction. Okay, and the next one, ഇവിടെ pigeons are not a human being, it's a bird, so we are using the word that. And then third one, long ago birds used to carry messages which were clipped to their wings. Okay, സോ ഇതേപോലെ നമ്മൾ കാണാം ഈ ഹൂവും ദട്ടും വിച്ചും ഒക്കെ ഈ രണ്ട് സെൻറ്റൻസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? J.L. Bayard invented the television. He was a Scotsman. അങ്ങനെ എഴുതാം. ഓക്കെ, J.L. Bayard invented the television. He was a Scotsman. അങ്ങനെ രണ്ട് സെൻറ്റൻസ് ആക്കിയുള്ളത് കമ്പൈൻ ചെയ്തിട്ടാണ് ഒറ്റ ഒന്നാക്കിയത്. അതേപോലെ സെക്കൻഡ് വൺ, മോസ്റ്റ് ഓഫ് ദ pigeons were used for carrying messages. Most of the pigeons were used for carrying messages. They heard a sense of right direction. അങ്ങനെ രണ്ട് സെൻറ്റൻസ് ആക്കുക. ഓക്കെ, അത് പിന്നെ കമ്പൈൻ ആക്കിയിട്ടുണ്ട്. അതേപോലെ തേർഡ് വൺ, ലോങ് അഗോ ബേർഡ്സ് യൂസ്ഡ് ടു ക്യാരി മെസ്സേജസ്
they were clipped to their wings. Long ago, birds used to carry messages. They alla it use cheya. Okay, and then they were clipped to their wings. And then C. So find out from the passages you have read similar sentences with relative pronouns. So ഇതേപോലെ തന്നെ റിലേറ്റീവ് പ്രൊനൗൺസ് ഈ വിച്ചും ഹൂ ദട്ടൊക്കെ യൂസ് ചെയ്തിട്ട് രണ്ട് സെൻറ്റൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ള സെൻറ്റൻസസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ആ പേജസ് ഒക്കെ ഒന്ന് റീഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു രണ്ടെണ്ണം ഫൈൻഡ് ഔട്ട് ചെയ്ത് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഹിയർ. ഓക്കെ, so these two sentences that I am giving you for the answer. Okay, you can select, you can read and find out any two sentences and you can write it down there. Okay, clear? Yes. And then next D, here is a list of statements, elicit responses from your friends and fill in the columns. Okay, this you can write it from your friends or from your home family members. You can select anyone. What you have to do this, someone who sleeps more than 8 hours a night. You have to write a name of a person. ഇവിടെ ഒക്കെ ഓരോരാളുടെ അത് ഈ സിറ്റുവേഷന് മാച്ച് ആയിട്ട് വരുന്ന ഒരാളുടെ പേര് എഴുതുക. either your family member or your friend. That's your decision. ഓക്കെ, സോ സംവൺ അവിടെ ഒരു ബോയ്, ഫോർ എക്സാമ്പിൾ ഇവിടെ രാഹുൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് എഴുതുക? സംവൺ എന്നുള്ള സ്ഥലത്ത് വി ഹാവ് ടു റീപ്ലേസ് ദ വേർഡ് രാഹുൽ ഈസ് ദ വൺ ഹു സ്ലീപ്സ് മോർ ദാൻ 8 hours a night. അതേപോലെ സെക്കൻഡ് വൺ, നെയിം ദ വൺ ഹൂസ് പെറ്റ് ഇസ് എ കാറ്റ്. അപ്പോൾ ഇവിടെ സീത എന്നാണ് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? സീത ഈസ് ദ വൺ ഹൂസ് പെറ്റ് ഇസ് എ കാറ്റ്. സീത ഈസ് ദ വൺ ഹൂസ് പെറ്റ് ഇസ് എ കാറ്റ്. ദ ബോയ് ഗേൾ ഹൂം യു ലൈക്ക് ദ മോസ്റ്റ്. അപ്പോൾ അഗൈൻ ഇപ്പോൾ രാഹുലാന്നുണ്ടെങ്കിൽ രാഹുൽ ഈസ് ദ വൺ ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ്. യു എഴുതരുത്, ഇവിടെ യു എന്നുള്ള വേർഡ് ഐ ആയിട്ട് ചേഞ്ച് ആവും. രാഹുൽ ഈസ് ദ വൺ ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ്. സം വൺ ഹു റീഡ്സ് മോർ ദൻ യു ഡു. രാഹുൽ ഈസ് ദ വൺ ഹൂ റീഡ്സ് മോർ ദൻ ഐ ഡു, അല്ലെങ്കിൽ മോർ ദൻ മീ, അങ്ങനെയും എഴുതാം. ഓക്കെ, മോർ ദാൻ ഐ ഡു, അതർവൈസ് മോർ ദാൻ മീ. ക്ലിയർ? ദെൻ ഫിഫ്ത്ത് വൺ, someone who is more musical than you. Rahul is the one who is more musical than me. Yes. And then the color which you like the most. White is the color which I like the most. The subject which you like the most. English is the subject which I like the most. Someone to whom you gave a birthday gift. Rahul is the one to whom I gave a birthday gift. A place where you would like to spend your holidays. Kodaikanal is the place where I would like to spend my holidays. Kodaikanal is the place where I would like to spend my holidays. Then 10th one, a movie which you recently watched. എന്ത് മൂവി ആയതെങ്കിലും ഒരു മൂവി. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ദ മൂവി ഡാഷ് ഇസ് ദ മൂവി വിച്ച് ഐ റീസെൻ്റ്ലി വാച്ച്ഡ്. ഓക്കെ, ഹോം ഇസ് ദ മൂവി വിച്ച് ഐ റീസെൻ്റ്ലി വാച്ച്ഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഇവിടുത്തെ ഈ പേജിൽ, നെക്സ്റ്റ് പേജിൽ, പേജ് നമ്പർ 90 ഇവിടെ കൊടുത്ത ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ 4 എണ്ണമേ കൊടുത്തിട്ടുള്ളൂ. ദിസ് യു ക്യാൻ റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക് because ഇവിടെ 10 sentences ഉണ്ട്, but the space is not there. So this activity you can do in your notebook. Clear? ഇതിൽ ജസ്റ്റ് നെയിം മാത്രം എഴുതി വെക്കുക. ഈ ടേബിളിൽ ഇവിടെ you just write the names of the person and this answer you can write in your notebook. Okay children? And then next we use who, whom when we talk about people. When we talk about things we use that or which, not who. Okay, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ ആൾക്കാർക്ക് ഹ്യൂമൻ ബീങ്സിന് റിലേറ്റഡ് ആയിട്ട് എഴുതുമ്പോൾ വി വിൽ യൂസ് ദ വേർഡ് ഹൂ, ഹൂം ആറാനും ആറാനും നമ്മൾ എഴുതും അല്ലേ. അതേപോലെ ഈ തിങ്സിന്, നോൺ ലിവിങ് തിങ്സിനുള്ളത് എഴുതുമ്പോൾ വി വിൽ യൂസ് ദ വേർഡ് ദട്ട് ആർ വിച്ച്. സോ ഇവിടെ പിന്നെയും ഈൽ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ദ വേർഡ്സ് ഹൂ, which or that.
The first one is done for you. So a teacher is a person who teaches. A teacher എന്നുള്ളത് people ഒരു ലിവിങ് ബീയിങ് ഹ്യൂമൻ ബീയിങ് ആണ്. സോ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്? ഹൂ ആണ്. സെക്കൻഡ് വൺ ഡിക്ഷണറി. ഇറ്റ്സ് എ നോൺ ലിവിങ് തിങ്. സോ വി ഹാവ് ടു യൂസ് എയ്തർ ദ വേർഡ് വിച്ച് ആർ that. So what can we write here? A dictionary is a book which is used for റെഫറൻസ്. അവിടെ ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സെൻറ്റൻസ് തന്നെ യൂസ് ചെയ്യാം. എ ഡിക്ഷണറി ഈസ് എ ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റെഫറൻസ്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, ദിസ് ഈസ് ദ ഹൗസ് ദാറ്റ് ജെയിൻ ബിൽറ്റ്. അതർവൈസ് വിച്ച് ജെയിൻ ബിൽറ്റ്. ദിസ് ഈസ് ദ ഹൗസ്. ദട്ടും യൂസ് ചെയ്യാം, വിച്ചും യൂസ് ചെയ്യാം. ദിസ് ഈസ് ദ ഹൗസ് വിച്ച് ജെയിൻ ബിൽറ്റ്, അല്ലെങ്കിൽ ദിസ് ഈസ് ദ ഹൗസ് ദാറ്റ് ജെയിൻ ബിൽറ്റ്. Clear? Then F. Answer the following questions using relative pronouns. So Periyar is the river that flows near my house. So name the river that flows near your house. So here you can write any name. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു റിവറിൻ്റെ പേര് എഴുതുക. വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോടിലോ അല്ല ഏതെങ്കിലും ഒരു റിവറിൻ്റെ പേര് എഴുതിയിട്ട് സോ യു ക്യാൻ റൈറ്റ് ഡാഷ് ഇസ് ദ റിവർ that flows near my house. അങ്ങനെ എഴുതണം നോട്ട്ബുക്കിലാട്ടോ. ദിസ് യു ഹാവ് ടു ഡു ഇൻ യുവർ നോട്ട്ബുക്ക്. ആൻഡ് ദെൻ ബി, നെയിം ദ പേഴ്സൺ ഹൂം യു ലൈക്ക് ദി മോസ്റ്റ്. നമ്മൾ എന്താ എഴുതാം? മൈ മോം ഇസ് ദ പേഴ്സൺ ഹൂം ഐ ലൈക്ക് ദി മോസ്റ്റ്. ദാറ്റ് ഇസ് മൈ ഡാഡ്, മൈ ഫ്രണ്ട്, മൈ ബ്രദർ, സിസ്റ്റർ, എനിബഡി. അല്ലെങ്കിൽ നിങ്ങൾ നെയിം എഴുതാം. യു കൻ റൈറ്റ് അവർ നെയിം ഓഫ് എ പേഴ്സൺ ആൾസോ. ഡേഴ്സ് ഇസ് ദ പേഴ്സൺ ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ്. ആൻഡ് ദെൻ വിച്ച് ഇസ് ദ സ്റ്റോറി ദറ്റ് യു റീസെൻ്റ്ലി റീഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോറീനെ, ഓക്കെ, സിൻഡ്രല്ലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പോളിയാണോ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പോളിയ സ്റ്റോറിയൊക്കെ റീഡ് ചെയ്തല്ലോ. സോ യു കൻ റൈറ്റ് പോളിയ. പോളിയ ഇസ് ദ സ്റ്റോറി ദറ്റ് ഐ റീസെൻ്റ്ലി റീഡ്. പോളിയ ഇസ് ദ സ്റ്റോറി ദറ്റ് ഐ റീസെൻ്റ്ലി റീഡ്. നെയിം ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഹു ലീവ്സ് ഇൻ യുവർ നെയ്ബർഹുഡ്. ഓക്കെ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തോ ഏറ്റവും പ്രായം കൂടുതലുള്ള ഒരാളുടെ നെയിം ഏതാണ്. അപ്പോൾ യു ഹാവ് ടു റൈറ്റ് ഡാഷ് ഇസ് ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ മൈ നെയ്ബർഹുഡ്. ഓക്കെ, യു എന്നുള്ള വേർഡ് ഐ ആയിട്ട് ചേഞ്ച് ആവും. ഞാൻ മാറും. അതേപോലെ യുവർ എന്നുള്ള വേർഡ് വരുമ്പോൾ we have to change the word into my, that you always remember. Okay, so dash is the oldest person who lives in my neighborhood. ക്ലിയർ ആയോ? അപ്പോൾ ഇതോടുകൂടി ആക്ടിവിറ്റി 6 കംപ്ലീറ്റ് ആയി. സോ ഇതൊക്കെ റിലേറ്റീവ് പ്രോണൗൺ ആണ്. ദെൻ ആക്ടിവിറ്റി 7, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ്. Polya's husband learned not only how to write his name but also how to be a successful officer. So we have to split the sentence into two again. Polya's husband learned not only to write his name, he also learned how to be a successful officer. Okay, so ഇവിടെ the sun gives us light. One more example. The sun gives us light. It also gives us heat. അതെങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് എഴുതുക? The sun gives us not only light but also heat. സോ ഇതിൽ എന്താ അപ്പം മീനിങ് എന്താ വരുന്നത്? പോളിയ എന്ത് അവരുടെ പേര് എഴുതാൻ മാത്രമല്ല ഒരു സക്സസ്ഫുൾ ഓഫീസർ ആവാനും കൂടി പഠിച്ചു. അപ്പോൾ ഇത് മാത്രമല്ല അതും കൂടി അങ്ങനെ പറയുമ്പോൾ ഓക്കെ, അതായത് ഐ ഈറ്റ് ഐ ആം നോട്ട് ഓൺലി ഹാവിങ് ലഞ്ച് ബട്ട് ആൾസോ ഡ്രിങ്കിങ് ജ്യൂസ്. ഓക്കെ, ഒരു 2 കാര്യം, ഇത് മാത്രമല്ല അതും കൂടി അങ്ങനെ പറയുമ്പോഴാണ് നോട്ട് ഓൺലി ഇത് മാത്രമല്ല. അതായത് ഐ ക്യാൻ നോട്ട് ഓൺലി ഡാൻസ് ബട്ട് ആൾസോ സിങ്. ഓക്കെ, എനിക്ക് ഡാൻസ് കളിക്കാൻ മാത്രമല്ല പാട്ട് പാടാനും അറിയും. ഓക്കെ, സോ ഇത് മാത്രമല്ല അതും കൂടി 2 കാര്യം പറയുമ്പോൾ ഇതും ചെയ്യാൻ പറ്റും അതും ചെയ്യാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ നോട്ട് ഓൺലി ബട്ട് ആൾസോ യൂസ് ചെയ്തിട്ട് ആ സെൻറ്റൻസ് കമ്പൈൻ ചെയ്യുന്നത്. നോക്ക്, ദ സൺ നമുക്ക് ലൈറ്റ് മാത്രമല്ല എന്തും തരുന്നുണ്ട്, ഹീറ്റും കൂടി നമ്മൾ സണ്ണിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ലൈറ്റ് മാത്രമല്ല ഹീറ്റും അതും കൂടി, ഇത് മാത്രമല്ല അതും കൂടി, അങ്ങനെ ഒരു മീനിങ് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ദ മൂൺ ഗീവ്സ് us light at night. The stars also give light at night. Light at night. Here the subject are the moon and the stars. So we can combine these sentences. Not only the moon
but also the stars give us light at night. So ഇതിൽ എന്താ ഡിഫറൻസ് ഉള്ളത്? അതിൽ നോട്ട് ഓൺലി ബട്ട് ആൾസോ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് സെൻറ്റൻസിൻ്റെ ഇൻ ബിറ്റ്വീനിൽ, അതായത് ഇവിടെ സണ്ണാണ് ലൈറ്റ് തരുന്നതും സണ്ണാണ് ഹീറ്റ് തരുന്നതും അല്ലേ. അപ്പോൾ ഇതിൽ സബ്ജക്റ്റ് സെയിം ആണ്, അതായത് ഇവിടെ ലൈറ്റ് തരുന്നതും ഹീറ്റ് തരുന്നതും രണ്ടും സണ്ണ് തന്നെയാണ്. ഇവിടെ നോക്ക്, 3 സ്റ്റാർസിന് 2 വേറെ വേറെ സബ്ജക്റ്റാണ്, വേറെ വേറെ നൗണാണ് അല്ല, സെയിം അല്ല, ഇവിടെ വേറെ വേറെ നൗണാണ് വരുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ പോളിയാസ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്, പോളിയാസ് ഹസ്ബൻഡും ഈ ഹീ എന്നുള്ള വേർഡും ഉദ്ദേശിക്കുന്നത് ഒരു ആളിനെ തന്നെയാണ്. പോളിയാസ് ഹസ്ബൻഡിന് പകരം നമ്മൾ യൂസ് ചെയ്ത ഒരു പ്രോണൗൺ ആണ് ഈ ഹീ എന്നുള്ള വേർഡ് അല്ലേ. സോ അങ്ങനെ വരുമ്പോൾ ഇഫ് ദ സബ്ജക്റ്റ് ഇസ് ദ സെയിം, നമ്മൾ എന്ത് ചെയ്യും? നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നുള്ള വേർഡ് നമ്മൾ ആ 2 ഇതിനെയും കമ്പൈൻ ചെയ്യാൻ, ആ ക്വാളിറ്റീസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതല്ല ഇപ്പോൾ സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ, അതായത് ഈ 3 വേറെ, അതായത് സ്റ്റാർസിനുള്ള വേറെ വേറെ സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്, വേറെ വേറെ നൗണിനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നുള്ള വേർഡ് ബിഗിനിങ്ങിലാണ് യൂസ് ചെയ്യുക. See, the stars gives us light at night, the moon gives us light at night. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കമ്പൈൻ ചെയ്തു? നോട്ട് ഓൺലി ദ മൂൺ ബട്ട് ആൾസോ ദ സ്റ്റാർസ് ഗീവ്സ് എസ് ലൈറ്റ് അറ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ അതല്ല ഇപ്പം എന്താ നമുക്ക് പറയാം, വേറെ എന്താ പറയുക? ഫ്രൂട്ട്സ് ഗീവ്സ് എസ് എനർജി അല്ല, ഫ്രൂട്ട്സ് ഹാവ് എ ലോട്ട് ഓഫ് വിറ്റാമിൻസ്. അതേപോലെ എന്താണ് വെജിറ്റബിൾസും ദേ ആർ ഓൾസോ ഹാവിങ് എ ലോട്ട് ഓഫ് വിറ്റാമിൻസ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കാര്യമാണ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും വേറെ വേറെ സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും? നോട്ട് ഓൺലി ദ ഫ്രൂട്ട്സ് ബട്ട് ആൾസോ വെജിറ്റബിൾസ് പ്രൊവൈഡ്സ് സോ എ ലോട്ട് ഓഫ് വിറ്റാമിൻസ് ഫോർ us, അതർവൈസ് give us എ ലോട്ട് ഓഫ് വിറ്റാമിൻസ്. അങ്ങനെ എഴുതാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇതേപോലെ ഇനി നമ്മൾ ഇത് വെച്ചിട്ട് എക്സസൈസ് നോക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. സി ദ സൺ അതായത് ഇവിടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് വി ഹാവ് ടു ഫ്രെയിം സെൻറ്റൻസ്. ലിസൺ ടു മീ ക്ലിയർലി. സോ ഇവിടെ ഫ്രൂട്ട്സ് ടു ഈറ്റ്, ഫയർവുഡ് ടു ബേൺ. അത് ഏതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ട്രീസിലിരുന്നാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? ഫ്രൂട്ട്സും കിട്ടുന്നുണ്ട്, ട്രീസിലിരുന്നാണ് ഫയർവുഡും കിട്ടുന്നുണ്ട്. സോ സബ്ജക്റ്റ് സെയിം ആണ്. സബ്ജക്റ്റ് ഇൻ ദ സെൻസ് ട്രീ ആണ് ഫ്രൂട്ട്സ് തരുന്നതും, ട്രീ ആണ് ഫയർവുഡ് തരുന്നതും. സോ ഹൗ ക്യാൻ വി റൈറ്റ് ഹിയർ? അപ്പോൾ നമ്മൾ നോട്ട് ഓൺലി ബട്ട് ആൾസോ എവിടെ യൂസ് ചെയ്യണം? സെയിം സബ്ജക്റ്റ് സെയിം ആകുമ്പോൾ നോട്ട് ഓൺലി ബട്ട് ആൾസോ സെൻറ്റൻസിൻ്റെ നടുക്കിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രീസ് ഗീവ്സ് നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ടു ഈറ്റ് ബട്ട് ആൾസോ ഫയർവുഡ് ടു ബേൺ. ട്രീസ് ഗിവ് അസ് not only fruits to eat but also firewood to burn. Okay, then second one, see, ഫ്രൂട്ട്സും പൾസസും റിച്ച് ഇൻ വിറ്റാമിൻസ്. അപ്പോൾ അത് നമ്മൾ എന്താ ഇവിടെ 2 സബ്ജക്റ്റ് ആണ്, ഫ്രൂട്ട്സ് വേറെ പൾസസ് വേറെ, സെയിം അല്ല. അപ്പോൾ 2 വിറ്റാമിൻ റിച്ച് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? സ്റ്റാർട്ടിങ്ങിൽ എഴുതണം. നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ബട്ട് ആൾസോ പൾസസ് ആർ റിച്ച് ഇൻ വിറ്റാമിൻസ്. Not only fruits but also pulses are rich in vitamins. Clear? Then third one, Jawaharlal Nehru, the great prime minister, great writer. So ഇത് രണ്ടും ഒരാൾ തന്നെയാണ്, ജവഹർലാൽ നെഹ്റു തന്നെയാണ്. സബ്ജക്റ്റ് സെയിം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ഓൺലി ബട്ട് ആൾസോ നടുക്കൾ യൂസ് ചെയ്യുക. ജവഹർലാൽ നെഹ്റു വാസ് നോട്ട് ഓൺലി എ ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ ബട്ട് ആൾസോ എ ഗ്രേറ്റ് റൈറ്റർ. Jawaharlal Nehru not only a great prime minister but also a great writer. Clear? The next same again അതുപോലെ തന്നെ സരോജിനി നായിഡു, poet, freedom fighter, same subject ആണ്. So we have to write Sarojini Naidu was not only a poet but also a freedom fighter. Sarojini Naidu not only a poet Sarojini Naidu was not only a poet but also a freedom fighter. And again TV, educate, entertain. This also subject same ആണ്. ടിവിയിലെന്ത് നമ്മൾ എഡ്യൂക്കേഷൻ ആൾമോസ്റ്റ് ബീനോ നമ്മൾ വിക്ടസ് ചാനലിലൊക്കെ അപ്പോൾ അതിൽ നിന്നാണുള്ള ക്ലാസ് കേൾക്കുന്നത് കുറേ സ്റ്റുഡൻസ്. സോ അത് എഡ്യൂക്കേറ്റും ചെയ്യുന്നുണ്ട്, അതേപോലെ എൻ്റർടൈൻമെൻറ്റിനുള്ള പ്രോഗ്രാമും ഉണ്ട്. സോ ദ സബ്ജക്റ്റ് ഈസ് സെയിം. സോ വി ഹാവ് ടു യൂസ് ദ വേർഡ് നോട്ട് ഓൺലി ബട്ട് ആൾസോ in between the sentence to combine sentence. So we have to write it as the TV is not only educates but also entertains. അങ്ങനെ എഴുതാം. One thing is the TV not only educates but also entertains.
Otherwise, you have to write TV is used not only for education but also for entertainment. But അങ്ങനെ എഴുതുമ്പോൾ ആ സെൻറ്റൻസ് കുറച്ച് ആ വേർഡിൽ ഒരു മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ടി വി not only educates but also entertains. Okay, then last one, newspaper, local news, international news. So subject is same ആണ്. ന്യൂസ്പേപ്പറിലാണ് ലോക്കൽ ന്യൂസ് വരുന്നത്, international news വരുന്നത്. So with the not only but also word we have to use to combine the sentence, combine the qualities. So the thing answer is, the newspaper gives not only local news but also international news. The newspapers gives not only local news but also international news. Clear children? അപ്പോൾ സബ്ജക്റ്റ് സെയിം ആണെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നുള്ള വേർഡ് രണ്ട് വേർഡിനെയും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബിറ്റ്വീൻ സെൻറ്റൻസിൻ്റെ നടുക്കിൽ യൂസ് ചെയ്യുക. അല്ല സബ്ജക്റ്റ് വേറെ വേറെ ആണെങ്കിൽ, ഈ ഫ്രൂട്ട്സ് പൾസസിനെ പോലെ വേറെ വേറെ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നോട്ട് ഓൺലി എന്നുള്ള വേർഡ് ബിഗിനിങ്ങിൽ, സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലാണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? ആ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾ നമ്മളിപ്പോൾ എഴുതണം. ഇവിടെ നോക്ക്, ബി ഹിയർ ആർ സം ഡീറ്റെയിൽസ് അബൌട്ട് 2 great personalities. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ദെം. യൂസ് നോട്ട് ഓൺലി ബട്ട് ആൾസോ. സോ ഇവിടെ എന്താണ്? അബ്രഹാം ലിങ്കനും പിന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണനും. സോ ഹൗ വി ഹാവ് ടു റൈറ്റ്? എബ്രഹാം ലിങ്കൻ was famous not only for his honesty but also for his kindness to animals. അങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതണം. ദിസ് യു ഹാവ് ടു ഡു ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, Abraham Lincoln was not only a lawyer but also a politician. അതേപോലെ Abraham Lincoln was not only a lawyer but also an orator. ഇവിടെ കൊടുത്ത ഈ ഹിൻസ് ഉണ്ടല്ലോ, ഈ ലോയർ, പൊളിറ്റീഷ്യൻ, ഹെൽപ്ഡ് ദ പുവർ, ഈ സെൻറ്റൻസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്യാം. വാസ് നോട്ട് ഓൺലി ഡാഷ് ബട്ട് ആൾസോ ഡാഷ്. ഈ രണ്ട് വേർഡ്സും അങ്ങോട്ടും മാറ്റി എഴുതാം. എബ്രഹാം ലിങ്കൻ വാസ് നോട്ട് ഓൺലി ഫേമസ് നോട്ട് ഓൺലി ഫോർ ഹെൽപ്ഡ് ദ പുവർ ബട്ട് ആൾസോ പുട്ട് ആൻ എൻഡ് ടു സ്ലേവറി ഇൻ അമേരിക്ക. അങ്ങനെ. ഓക്കെ, മനസ്സിലായോ? ആ രണ്ട് വേർഡും ഇങ്ങോട്ട് നോട്ട് ഓൺലിയും ബട്ട് ആൾസോ യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് എഴുതാം. അതുപോലെ തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെയും. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വാസ് നോട്ട് ഓൺലി ആൻ എഡ്യൂക്കേഷനിസ്റ്റ്. ആൻ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇറ്റ്സ് എ ബബിൾ ലെറ്റർ ആണ് ഈ. സോ നമ്മൾ ആൻ യൂസ് ചെയ്യുക. വാസ് നോട്ട് ഓൺലി ആൻ എഡ്യൂക്കേഷനിസ്റ്റ് ബട്ട് ആൾസോ എ ടീച്ചർ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വാസ് നോട്ട് ഓൺലി എ ടീച്ചർ ബട്ട് ആൾസോ എ റൈറ്റർ. Dr. S. Radhakrishnan was not only a writer but also a scholar. ഓക്കെ, ആ രീതിയിൽ ഇങ്ങനെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് മിനിമം ഇത് വെച്ചിട്ട് ഒരു 7 to 8 സെൻറ്റൻസ്, അതായത് ഏബ്രഹാം ലിങ്കന് ഒരു 7-8 സെൻറ്റൻസസും രാധാകൃഷ്ണന് 8 സെൻറ്റൻസസും മിനിമം യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ഫ്രം ദീസ് പോയിൻറ്റ്സ്. Okay, so this you just write in your notebook le ida, no need to write in your textbook, write in your notebook. So complete till this activity. Okay, in next class vera samayam undallo, adu vera take time and write it. Okay, and if you have any doubt in it you can ask me. Okay children, so that's all for today. Thank you.